ദാരിക വധത്തിന് ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളി എഴുന്നള്ളി വരുന്ന ദംഷ്ടകളൊക്കെ വെച്ച് കണ്ണുകളൊക്കെ വെച്ച് പട്ടുടുത്ത് മുലക്കച്ചയിട്ട് അതിലൊരു മുല്ലപ്പൂ മാല ചാർത്തി ഇതിങ്ങനെ വന്ന് വെട്ടി വീശുമ്പോൾ ആ പട്ട് നമ്മുടെ മുഖത്തൂടെ ഇങ്ങനെ ഉരസിപ്പോവും. അപ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്, എനർജി പാസ് ചെയ്യും. ഈ കൊട്ടാരം വീട്ടിലെ പൂട്ടൻ സിനിമയിലെ മുത്താരംകുന്ന് വിയോ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വയലേലകളും ഈ പറയുന്ന അതേ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അമ്മയുടെ ആനന്ദ നൃത്തമാണ് അവിടെ. ആനന്ദ നൃത്തത്തിന് ശേഷം അമ്മയുടെ പേച്ച് അവസാനിപ്പിച്ച് ഈ 3 വലത്തിന് ശേഷവും അമ്മ ആത്മസംതൃപ്തിയോടുകൂടി അമ്മയുടെ മക്കൾ നൽകിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ആ നാടിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആളുകളെ കാണാൻ ഭക്തജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ആ അമ്മ അതിൽ ആനന്ദ നൃത്തം ചവിട്ടും. ഈ വയലേലകളൊക്കെ ഒരു കാലത്ത് നെൽപ്പാടങ്ങളായി. പ്രകൃതിയോടും മനുഷ്യനോടും ദൈവം അടുക്കുന്നതിൻ്റെ ഒരു സങ്കല്പം കൂടിയാണ് ഈ ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. നല്ലതല്ലേ? അതെ, ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ അവരുടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ അടുത്ത മാസത്തെ പരിപാടി എന്നാണ് പലരുടെയും ചോദ്യമൊക്കെ. ഫെബ്രുവരി മാസത്തെ പരിപാടിയാണോ? അതെ, ഈ അടുത്ത ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പുതിയ ഗസ്റ്റുകളുമായി അബാക് മീഡിയയിൽ നല്ല വീഡിയോകൾ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കാൻ, കൂടുതൽ അറിവ് പകരുന്ന വീഡിയോകൾ എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലെ ഒക്കെ വിശേഷങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അബാക് മീഡിയയുടെ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അബാക് മീഡിയയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് പിന്നാലെ പറയാം. പിന്നെ പേഴ്സണലി എന്നോട് ഫെബ്രുവരി മാസം എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ കുംഭമേളയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹം അടങ്ങാതെ മനസ്സിൽ കിടപ്പുണ്ട്. പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഭയങ്കര ചാർജാണ്. സാഹചര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ കുംഭമേളയ്ക്ക് പോകും. അത് ഒരു ഫെബ്രുവരി 16 ശേഷം മാത്രമേ പോകുള്ളൂ. കാരണം എന്താ അറിയോ? എന്താണ്? ഫെബ്രുവരി 14, 15, 13, 14, 15 നാട്ടിലെ ഉത്സവമാണ്. ഉത്സവം കൂടാതെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞങ്ങൾ മേലിലേക്കാർ ഓടിയെത്തുന്ന ദിവസങ്ങളാണ് ഈ കുംഭമാസത്തിലെ പൂരൂത്രം. അതിൽ പൂരത്തിന് പോകാൻ പറ്റില്ല. പൂരത്തിന് മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് മേലില എന്ന് പറയുന്ന ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശത്ത് വയലേലകളുടെ നടുവിലായി കുടികൊള്ളുന്ന ക്ഷേത്രസന്നിധിയാണ്. അവിടുത്തെ ഉത്സവമാണ്. പൂരത്തിന് പൊങ്കാലയാണ്. പൊങ്കാലയും മറ്റ് കലാപരിപാടികളും ഒക്കെയാണ്. ഉത്രമാണ് വിശേഷം. കഴിഞ്ഞ അതായത് 2 വർഷം മുമ്പ് വരെയൊക്കെ ഒരു കുംഭമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കുമായിരുന്നു. നമ്മളൊരു 8 വർഷക്കാലം ഞാനടക്കമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഉപദേശക സമിതിയായിരുന്നു അവിടെ ക്ഷേത്രഭരണത്തിനുണ്ട്. ഇപ്പോൾ പുതിയ ഉപദേശക സമിതിയാണ്. അവരോട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടിക്കെട്ടുകളുടെ പുനർനിർമ്മാണവും മറ്റ് പരിപാടികളും ഒക്കെ അവിടെ തകൃതിയിൽ നടക്കുകയാണ്. ഇടയ്ക്ക് പോയപ്പോൾ അത് കാണാൻ പറ്റി. പിന്നെ ഫോട്ടോയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ ജോലിയിലൊക്കെ ആണെങ്കിൽ ലീവ് എടുത്ത് ഉത്സവം നടത്തിപ്പിക്കാൻ അന്ന് സപ്താഹമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സപ്താഹമൊന്നും ഇല്ലാതെ ഒരു 3 ദിവസത്തെ ഉത്സവ പരിപാടികളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന ഒരു ആചാരമാണ്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ശ്രീ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്തുകൾ കാണുന്നുണ്ട്. പുതിയ മുടിപ്പുരകൾ വരുന്നുണ്ട്. പുതിയ ഭദ്രകാളിയുടെ തിരുമുടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കലാരൂപമായി അല്ലെങ്കിൽ ആചാരപരമായ കലാരൂപമായി ആചരിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മുടിയെഴുന്നള്ളത്തിന് ഒട്ടനവധി പ്രത്യേകതകളും ആചാരപരമായ സവിശേഷതകളും ഒക്കെ ഉണ്ട്. വർഷങ്ങളുടെ ഒരു പാരമ്പര്യവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അത് ഈ കുംഭമാസത്തിലെ ഉത്രത്തിനാണ്. അത് ഫെബ്രുവരി 15 രാത്രി 2 മണിക്ക്, കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ 16-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് എന്ന് പറയാം. 2 മണിക്കാണ് ഈ ശ്രീഭദ്രകാളി തിരുമുടി. അപ്പോൾ ലോകത്തിൻ്റെ എവിടെ കൂടുതലാണെങ്കിലും 16-ാം തീയതി ഞാൻ എവിടെയായിരിക്കും? മേലിലയിലായിരിക്കും എന്നുള്ളതാണ്. ഞാനെന്നല്ല, മേലിലക്കാർ മുഴുവൻ. 15-ാം തീയതി, 15ഉം 16ഉം നമ്മൾ മേലിൽ തന്നെ ആയിരിക്കും. 14-ാം തീയതി എത്തേണ്ടതാണ്. പക്ഷെ 14-ാം തീയതി ഞങ്ങളുടെ നാട്ടുകാരനായ ജ്യേഷ്ഠ സഹോദരനായ ഏറ്റവും പ്രിയങ്കരനായ ശ്രീജിത്ത് ബാബു എന്ന് പറയുന്ന അഭിനേതാവ്, ഒരുപാട് 10-20 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസാവുകയാണ്. പൈങ്കിളി എന്ന് പറയുന്ന സിനിമ ഭഗത് ഫാസിൽ പ്രൊഡക്ഷൻസിൽ ബാനറിൽ ഭഗത് ഫാസിലും ജിത്തു മാധവനും ചേർന്ന് നിർമ്മിക്കുന്ന, നമ്മുടെ ആവേശവും രോമാഞ്ചവും ഒക്കെ സംവിധാനം ചെയ്ത, ജിത്തു മാധവൻ തിരക്കഥ എഴുതുന്ന സിനിമ. അതിൻ്റെ സിനിമയുടെ പാട്ട് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ആളുകളാണ് ആ പാട്ട് കണ്ടത്. അമ്പാനാണ് നായകനാകുന്നത് എന്ന് ഏറ്റവും വലിയ അനശ്വര രാജൻ ജോഡി നായകനും നായികയാകുന്ന സിനിമ. അപ്പോൾ 14-ാം തീയതി വിജയം ആശംസിക്കണം. ഈ 14-ാം തീയതി ആ സിനിമ റിലീസാകുമ്പോൾ
അവരോടൊപ്പം സംവിധായകനോടൊപ്പം ആ ക്രൂവിനൊപ്പം പോയി സിനിമ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹം കണ്ടപ്പോൾ 14-ാം തീയതി വരെ പരിപാടിയൊന്നും പിടിക്കല്ലേ, സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരോടൊപ്പം സിനിമ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നാട്ടിലേക്ക് പോകും എന്നുള്ളതാണ്. ശ്രീജിത്ത് ബാബു എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ, എന്നാൽ മലയാളികൾക്കൊക്കെ അറിയാവുന്ന അഭിനേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ താമസിയാതെ, അപ്പോൾ സിനിമയുടെ തിരക്കുകളിലൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് സിനിമ കഴിഞ്ഞിട്ടായാലും റിലീസിങ് കഴിഞ്ഞിട്ടായാലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എന്തായാലും അബാക് മീഡിയയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തിരക്കായി പോയാലും പിന്നീടാലോ ഉദ്ദേശിച്ചു. ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് ഈ പ്രൊജക്റ്റൊക്കെ ഓണാവുന്നതിന് മുമ്പ്. പക്ഷെ അത് ഞാൻ അന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, വേണ്ട, ഇതിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. താങ്കളുടെ പുതിയ സിനിമ, ആദ്യത്തെ സിനിമ, സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസായി കഴിയുമ്പോൾ നമ്മൾ അന്നൊരു അഭിമുഖത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോഴും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ തിരക്കായി പോയത് കൊണ്ടാട്ടോ. ഞാൻ ഒരു കുഴപ്പമില്ല, എല്ലാം മടങ്ങി ഒതുങ്ങി സിനിമ വിജയിച്ചതിന് ശേഷം നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എന്തായാലും ഫെബ്രുവരി 15 മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മേലില ഉത്ര മഹോത്സവമാണ്. ശ്രീ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത്, അതിനെപ്പറ്റിയാണ് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. ദാരിക വധത്തിന് ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളി എഴുന്നള്ളി വരുന്ന കൺസെപ്റ്റാണ്. ഈ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ദാരികാസുര യുദ്ധം, അത് സിംബോളിക്കായിട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിൽ കിട്ടും. വാഴ വെട്ടുന്ന ചടങ്ങുകൾ, ദാരികനാണെന്ന് വെച്ച് കരുതി ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി വാഴ വെട്ടുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു ചടങ്ങാണ് മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തിരുമുടി എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ, കൊല്ലം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, പട്ടാഴി, കടയ്ക്കൽ, അറയ്ക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മുടിയെഴുന്നള്ളത്തുകൾ നടക്കുന്നുണ്ട്. വളരെ ആചാരപരമായി ചരിത്രാധീന കാലം തൊട്ട് നടത്തപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മുടിയെഴുന്നള്ളത്തുകൾ നടക്കുന്നുണ്ട്. ഇവരൊക്കെ ചേട്ടത്തിയന്നെത്തിമാരാണെന്നാണ് വിശ്വാസമെങ്കിലും മേലയിലെ മുടിയെഴുന്നള്ളത്തിന് കുറേ അധികം പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഈ മുടിപ്പുര അമ്മ സങ്കല്പമാണ്, എല്ലാവർക്കും അമ്മയാണ്. ആ നാടിനെ കാത്ത് സംരക്ഷിക്കുന്ന, ആ നാടിന് കാരുണ്യമരുളി കുടികൊള്ളുന്ന അമ്മയാണ്, നാടിന്റെ കാവൽക്കാരിയായ അമ്മ എല്ലാവർക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ നമ്മൾ അവിടെയാണ് പോയി പ്രാർത്ഥിക്കുക. വടക്കോട്ടുള്ള ശ്രീകോവിലാണ് മുടി എഴമ്പലം കുടികൊള്ളുന്നത്, ശ്രീഭദ്രകാളി തിരുമുടി വെച്ചിരിക്കുന്നത്. വടക്കെന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം എന്താണ്, വയലേലകളാണ്. വയലേലകളുടെ നടുവിലാണ് ഈ മുടിപ്പുര കുടികൊള്ളുന്നത്. മേലെ ക്ഷേത്രത്തിൽ ദുർഗാ ഭഗവതിയും ശാസ്താവും ഗണപതിയുമാണ് പ്രതിഷ്ഠ. പിന്നെ ചുറ്റമ്പലവും അതിന് പുറത്ത് ചെറിയ നാഗരികാവും മറ്റ് പ്രതിഷ്ഠകളും ഉപദേവാലയങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ബ്രാഹ്മണരാണ് താന്ത്രിക വിധി പ്രകാരം പൂജവിധികൾ ചെയ്യുന്നതെങ്കിൽ മുടിപ്പുര ക്ഷേത്രത്തിൽ ഗണക സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ പ്രിയങ്കരനായ പ്രദീപേട്ടനാണ് ഇപ്പോൾ പൂജ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മളെ അബാക്കിൻ്റെ സ്ഥിരം പ്രേക്ഷകരും, നമ്മൾ നന്നാവണം എന്ന് എപ്പോഴും കണ്ടാലും പറയും ചെയ്ത പ്രദീപേട്ടനാണ് അവിടുത്തെ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. നയനാനന്ദകരമായ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ മുടി എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളെല്ലാവരും ഒരു വർഷക്കാലത്തോളം ആ ശ്രീകോവിലിന് പുറത്തു പോയി നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന അതേ ശ്രീകോവിലിരിക്കുന്ന തിരുമുടി തന്നെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവങ്ങളിലൊക്കെ എഴുന്നള്ളിക്കുന്നത് ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന അതേ മുടിയായിരിക്കില്ല. ഈ ശ്രീ ഭദ്രകാളി തിരുമുടി രാത്രി 2 മണിക്ക്, കുംഭമാസത്തിലെ ഉത്രനാളിൽ രാത്രി 2 മണിക്ക് ഇത് പൂജിക്കുന്ന പൂജാരി ഭദ്രകാളി തിരുമുടിയുടെ മുഖം അതുപോലെ തന്നെ മുഖത്ത് ചായം പൂശി, ദ്രംഷ്ടകളൊക്കെ വെച്ച്, കണ്ണുകളൊക്കെ വെച്ച്, പട്ടുടുത്ത്, മുലക്കച്ചയിട്ട്, അതിലൊരു മുല്ലപ്പൂ മാല ചാർത്തി ഈ ഭദ്രകാളി തിരുമുടി കൊണ്ടുവന്ന് ഇവരുടെ ശിരസിലേക്ക് വെക്കുകയാണ്. ചിലമ്പ് കുലുക്കി ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്തിൻ്റെ വരവറിയിച്ച് വായ്ക്കുരവയുടെയും ആർപ്പുവിളികളുടെയും അകമ്പൊടിയോടുകൂടി, ആൾവിളക്കിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പൊടിയോടുകൂടി ഈ ഭദ്രകാളി തിരുമുടി മുടിപ്പുരയിൽ നിന്നും പുറത്തെഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വർഷങ്ങളോളം നമ്മുടെ ചെറുപ്പകാലം മുതൽ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും 35 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് എനിക്ക് അത് ആ എഴുന്നള്ളത്ത് കാണാതിരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ചില കാരണങ്ങൾ കൊണ്ടാണ്. ഈ മുടി പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് 3 വലത്ത് വെക്കും. 3 വലത്ത് എന്ന് പറയുമ്പോൾ ഭദ്രകാളി തിരുമുടി തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ആവാഹിക്കപ്പെടുകയാണ് അത് എഴുന്നള്ളിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക്. പിന്നെ അത് ഭഗവതിയാണ്. ആ ഭഗവതി ഈ ആളുകൾക്കിടയിൽ ആളുകൾക്കടുത്ത് വരും. അതിൻ്റെ പട്ട് ഈ തിരുമുടിയിൽ ഇങ്ങനെ ചുറ്റിയൊരു പട്ടുണ്ടാവും.
ആ പൂജാരി എന്ത് പട്ടാണോ ഉടുത്തിരിക്കുന്നത് അതേ കളറിലൊരു പട്ട്. ഇത് ഇങ്ങനെ വന്ന് വെട്ടി വീശുമ്പോൾ ആ പട്ട് നമ്മുടെ മുഖത്തൂടെ ഇങ്ങനെ വിളസിപ്പോവും. അപ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്, എനർജി പാസ് ചെയ്യണം. അതൊന്ന് ആലോചിക്കണം. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് മുടി എഴുന്നള്ളത്ത് നടക്കുന്നത്. ദേവസ്വം ബോർഡിലെ കലാകാരന്മാരാണ് മുടി പുറത്തിറക്കുന്ന സമയത്ത് നാദസ്വരം കൊട്ടുന്നതെങ്കിൽ മുടി എഴുന്നള്ളിച്ച് ആ വയലേലകൾക്ക് നടുവിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വെട്ടിക്കവല KN ശശികുമാർ എന്ന് പറയുന്ന നാദസ്വര വിദ്വാൻ, അദ്ദേഹം നാദസ്വര വാദ്യത്തിലെ യേശുദാസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന, വർഷങ്ങളോളം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹമാണ് ആ മുടി എഴുന്നള്ളത്തിന് അവിടെ. അദ്ദേഹം അത് മുടക്കാറില്ല എന്നുള്ളതാണ്. ആ കുംഭമാസത്തിൽ ഒരു ഉത്തരനാളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി അദ്ദേഹം മേലയിലേക്ക് എത്തും. അതിന് അകമ്പടിയായി അതിന് വേണ്ടുന്ന വാദ്യോപകരണങ്ങളുമായി, അതായത് നാദസ്വരവും തകിലുമൊക്കെ ആയിട്ട് അവരുടെ സംഘമുണ്ടാവും. അങ്ങനെ ക്ഷേത്രം ചുറ്റി 3 വലത്ത് വെച്ച് താഴെ വയലേലകളിലേക്ക് ഇറങ്ങുന്ന ആൽത്തറയിൽ ഇതിറക്കി പൂജ ചെയ്യും. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഈ കൊട്ടാരം വീട്ടിലെ പൂട്ടൻ സിനിമയിൽ, മുത്താരംകുന്ന് PO സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വയലേലകളും ഈ പറയുന്ന ആൽത്തറകളും. അതേ സ്ഥലത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ആൽത്തറയിലെ പൂജ കഴിഞ്ഞാൽ താഴെ വയലിലേക്ക് ഒരു പോക്ക ഓടി അങ്ങ് പോവുക. ഈ ഭദ്രകാളി തിരുമുടി എന്ന് പറയുന്നത് നല്ല ഭാരമുള്ള ഒന്നാണ്. ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ആ പൂജാരിക്ക്, അല്ലെങ്കിൽ അത് പൂജിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് എടുക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഭാരം അറിയാൻ കഴിയില്ല. അദ്ദേഹം നല്ല സ്പീഡിലായിരിക്കും പോവുക. താഴെ വയലിൽ, മധ്യവയലിൽ രണ്ടിടത്തും ഇറക്കി പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അത് കഴിഞ്ഞൊരു 4 മണി 4:30 മണിയോടുകൂടി ഇത് എഴുന്നള്ളി ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് വരും മറ്റൊരു വഴിയിലൂടെ. മുകളിലത്തെ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടുന്ന മേലെ ക്ഷേത്രവും ഈ ഗണക സമുദായം പൂജിക്കുന്ന താഴെ ക്ഷേത്രത്തിനിടയിൽ ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടിക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ പുതുക്കിപ്പെടുന്നുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്ന വരവിൽ ഈ ഭദ്രകാളി തിരുമുടി മേലെ ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകളിലെ 3 പടിക്കെട്ടുകൾ ചവിട്ടിക്കയറും. 3 പടിക്കെട്ടുകൾ ചവിട്ടിക്കയറിയാൽ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ ആർപ്പ് വിളിച്ചുകൊണ്ട്, അമ്മേ നാരായണ മുഴക്കിക്കൊണ്ട്, വായ്ക്കുരവിട്ടുകൊണ്ട് അമ്മയോട് അപേക്ഷിക്കും, അമ്മയെ തിരിച്ചിറങ്ങാൻ പ്രാർത്ഥിക്കും, വിളിച്ചു പറയും. കാരണം അവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ 3 പടികൾക്കപ്പുറത്തേക്ക് ചവിട്ടിക്കയറിയാൽ മേലെ ക്ഷേത്ര സന്നിധിയിലിരിക്കുന്ന ശാസ്താവിൻ്റെ ശക്തി ശബരിമലയിലേക്ക് ലയിക്കുമെന്നാണ്. അതാണ് അവിടുത്തെ വിശ്വാസം. പക്ഷെ അങ്ങനെ ഉണ്ടാകാറില്ല. ഭക്തജനങ്ങളുടെ ശരണം വിളിയിൽ മുഴുകി അമ്മ താഴേക്കിറങ്ങും. താഴേക്കിറങ്ങിയാൽ പിന്നെ ആ ഗ്രൗണ്ടിൽ പേച്ചാണ്. താരികവധം ആണ് ഈ പേച്ചിന് ആധാരം. ഈ പേച്ച് നടക്കുന്ന സമയത്ത്, ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് പേച്ച് നടക്കുന്ന സമയത്ത് താലപ്പൊലികളും ഈ പറയപ്പെടുന്ന ആൽവിളക്കുകളും ആൽപ്പിണ്ടി വിളക്കുകളും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ അമ്മയുടെ ആനന്ദ നൃത്തമാണ്. ഒരു 4 മണി സമയമാണ്. അന്തരീക്ഷത്തെക്കുറിച്ച് ഈ സമയത്ത് ആകാശത്തിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കും. അത് വെടിക്കെട്ടും ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ പോലും ഇപ്പോൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. അതൊരു അന്തരീക്ഷ ശുദ്ധീകരണമാണ്. അതിൻ്റെ ശാസ്ത്രവിധി അങ്ങനെയാണ്. അമ്മയുടെ ആനന്ദ നൃത്തമാണ് അവിടെ. ആനന്ദ നൃത്തത്തിന് ശേഷം അമ്മയുടെ പേച്ച് അവസാനിപ്പിച്ച് ഈ തിരുമുടി വാങ്ങി വെക്കും. വാങ്ങി അവിടെ തയ്യാറാക്കി ചെയ്തിരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇറക്കി വെക്കും. അപ്പോഴേക്കും ഈ പൂജാരി തളർന്ന് വീണിട്ടുണ്ടാവും. പിന്നീട് പറ സമർപ്പിക്കലാണ്. ഒരു വെളുപ്പിന് ഒരു 5 മണി 5:30 മണി വരെ അവിടെ ശ്രീഭദ്രകാളി തിരുമുടി മുന്നിൽ പറ സമർപ്പണം. ഈ പറ സമർപ്പിച്ചിട്ട് അതിലേറ്റവും വലിയ ഭംഗി എന്താണെന്നാൽ ആ ദേശത്തിൻ്റെ ദേശദേവതയെ തൊട്ടടുത്ത് നിന്ന് തൊഴുതുകൊണ്ട് പറ സമർപ്പിക്കാം. ആ പൂജാരി അതേ വേഷത്തിലാണ് ആ പറ എടുക്കുന്നതും അതിൻ്റെ പ്രസാദം ഭക്തജനങ്ങളിലേക്ക് ചൊരിയുകയും ചെയ്യും. അതിനുശേഷം 5:30 മണിയോടുകൂടി, ഈ സമയം അത്രയും വെട്ടിക്കവല KN ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ നാദസ്വര കച്ചേരി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. 5 മണി 5:30 മണിയോടുകൂടി വീണ്ടും മുടി തലയിലെടുത്ത് ശ്രീ ഭദ്രകാളി മുടിപ്പുര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. അവിടെ വീണ്ടും ഒരു 3 വലത്ത്. ഈ 3 വലത്തിന് ശേഷവും അമ്മ ആത്മസംതൃപ്തിയോടുകൂടി അമ്മയുടെ മക്കൾ നൽകിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ആ നാടിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ നിന്നും മുടിപ്പുരയ്ക്കുള്ളിലേക്ക് എഴുന്നള്ളും എന്നുള്ളതാണ്. ഇതാണ് അവിടെ നടക്കുന്ന ഒരു ചടങ്ങ്. നോക്കൂ, എത്ര വലിയൊരു സങ്കല്പമാണ്. ആ ദേശത്തിൻ്റെ ദേശദേവത ആളുകളെ കാണാൻ ഭക്തജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ആ അമ്മ അതിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ഈ വയലേലകളൊക്കെ ഒരു കാലത്ത് നെൽപ്പാടങ്ങളായിരുന്നു. നെൽപ്പാടങ്ങളിൽ കാളയും ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഉഴുതുമറിച്ച നെൽക്കറ്റകളുടെ കുറ്റികളുണ്ടാവും. ഇതിലൂടെയാണ് പണ്ട് എഴുന്നള്ളത്ത്. ഇന്ന കാലം മാറിയിരിക്കുന്നു. JCB കൊണ്ട് ലെവൽ ചെയ്തൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും. അപ്പോൾ പ്രകൃതിയോടും മനുഷ്യനോടും ദൈവം അടുക്കുന്നതിൻ്റെ
ഒരു സങ്കല്പം കൂടിയാണ് ഈ ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. ഇതേ സമയം തന്നെ ആചാരവിധി പ്രകാരമുള്ള പൂജകളെല്ലാം മേലെ ക്ഷേത്ര സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നടക്കും എന്നുള്ളത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ തന്ത്രിമുഖ്യന്മാരുടെ കാർമ്മികത്വത്തിൽ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അടുത്ത ഈ മുടിയെഴുന്നള്ളത്ത് കഴിഞ്ഞ് വരുന്ന അടുത്ത ചൊവ്വാഴ്ച വരെയോ വെള്ളിയാഴ്ച വരെയോ അവിടെ മറ്റു പൂജകളൊന്നുമില്ല. ഈ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഗുരുസി പൂജ നടത്തും. ഗുരുസി പൂജ നടത്തിയതിന് ശേഷമാണ് പിന്നീട് അവിടുത്തെ നിത്യ പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഫെബ്രുവരി 15 രാത്രി 2 മണിക്ക്, അതായത് 16-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്താണ്. ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് വൈകുന്നേരം 6:30 ബഹുമാനായ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ആധ്യാത്മിക പ്രഭാഷകനായ വ്യാസന്റെ ആധ്യാത്മിക പ്രഭാഷണം മേലില ക്ഷേത്ര സന്നിധിയിലുണ്ട്. നമ്മുടെ അബാക്കിന്റെ പ്രേക്ഷകർക്ക് വ്യാസൻ അന്യനല്ല, അബാക്ക് കുടുംബത്തിനും വ്യാസൻ അന്യനല്ല. നമ്മുടെ പ്രിയങ്കരനായ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണവും അന്ന് വൈകുന്നേരം, അതായത് ഈ 15-ാം തീയതി വൈകുന്നേരം ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നുണ്ട്. വ്യാസൻ നമ്മുടെ ഒരു കുടുംബാംഗമായതുകൊണ്ട് അത് പറയാതെ പോകുന്നത്. മറ്റൊരുപാട് കലാകാരന്മാരുടെ കലാപരിപാടികളുണ്ട്. സംഗീത കച്ചേരിയും നാടകവും മറ്റൊരുപാട് പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ആചാരപരമായ ചടങ്ങുകളോടുകൂടി നടത്തുന്ന അമ്മയുടെ ആനന്ദ നൃത്തം കാണാൻ എല്ലാ പ്രേക്ഷകരെയും മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരിൽ ഒരാളായി, ആ ജനങ്ങളിൽ ഒരാളായി നമ്മളെല്ലാവരും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വന്തം നാടായ മേലിലയിലെ മേലില ഉത്രം മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഫെബ്രുവരിയിലെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇതാണ്. അപ്പോൾ ഈ ഫെബ്രുവരി 15-ഉം 16-ഉം ചാനൽ ഫ്ലോറിലോ ഒന്നും ഞാനുണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രാഹുലിനെ ഏൽപ്പിച്ചിട്ടും രോഹിത്തിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ തീർത്തിട്ടേ ഞാൻ മടങ്ങി വരുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബാക്ക് മീഡിയയുടെ പ്രേക്ഷകരെ മേലില ഉത്തരത്തിൻ്റെ ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് എന്ന് പറയുന്ന മഹത്തരമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.